പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രവർത്തന പരിപാടികൾക്ക് രൂപം നൽകുകയാണ് നാളെ മുതൽ കോട്ടയത്ത് നടക്കുന്ന ബി.ജെ.പി. സംസ്ഥാന കൗൺസിലിന്റെ മുഖ്യ അജണ്ട. കേന്ദ്ര സർക്കാരിന്റെ ഭരണനേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാനുള്ള പദ്ധതികളും സമകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളും യോഗത്തിലുണ്ടാകും. നാളെ രാവിലെ നടക്കുന്ന ഉന്നത നേതൃയോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റും ജനറൽ സെക്രട്ടറിമാരും ചുമതലപ്പെട്ട 2 RSS നേതാക്കളും മാത്രമാണ് സംസ്ഥാനത്തു നിന്നും പങ്കെടുക്കുക. ദേശീയ സമിതി നേതാക്കളായ നളിൻകുമാർ കട്ടീൽ, എൽ സന്തോഷ് എച്ച് രാജ എന്നിവരും യോഗത്തിലുണ്ടാവും. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന കോർ കമ്മിറ്റി യോഗത്തിൽ മുൻ സംസ്ഥാന പ്രസിഡന്റുമാർക്ക് കൂടി ഇടം ലഭിക്കും. രാത്രിയോടെ സംസ്ഥാന ഭാരവാഹികളെ മുഴുവൻ പങ്കെടുപ്പിച്ച് സംസ്ഥാന സമിതിയും ചേരും. കൗൺസിലിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ ഉൾപ്പെടെ തീരുമാനിക്കുന്നത് ഈ യോഗത്തിലാണ്. 17-ന് രാവിലെ 250 പേർ പങ്കെടുക്കുന്ന സംസ്ഥാന കമ്മിറ്റിയും 18-ന് 1373 പേർ പങ്കെടുക്കുന്ന കൗൺസിൽ യോഗവും നടക്കും. മാമൻ മാപ്പിള ഹാളിൽ നടക്കുന്ന യോഗം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയാണ് ഉദ്ഘാടനം ചെയ്യുക. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കുമ്മനം രാജശേഖരൻ അധ്യക്ഷനായതിനു ശേഷം നടക്കുന്ന ആദ്യ സ്റ്റേറ്റ് കൗൺസിൽ യോഗമാണ് ഇവിടെ കോട്ടയത്ത് ഇത്തവണ നടക്കുന്നത്. 16, 17, 18 തീയതികളിലാണ് കോട്ടയത്ത് നടക്കുക. ക്രൈസ്തവ സമുദായത്തിനിടയിൽ വേരുറപ്പിക്കാതെ കേരളത്തിൽ മുന്നേറ്റമുണ്ടാക്കാനാകില്ലെന്ന വിലയിരുത്തലുയർന്ന ബി.ജെ.പിയുടെ കൗൺസിൽ യോഗം കോട്ടയത്ത് ചേരുന്നതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമാണുള്ളത്. ചെഗുവേരയ്ക്കും കമലിനുമെതിരെ A.N. രാധാകൃഷ്ണൻ നടത്തിയ പരാമർശം തള്ളി രംഗത്തു വന്ന C.K. പത്മനാഭന്റെ നിലപാടുകളും യോഗം ചർച്ച ചെയ്തേക്കും. അതേസമയം മുൻ സംസ്ഥാന പ്രസിഡന്റുമാർ പങ്കെടുക്കുന്ന കോർ കമ്മിറ്റി യോഗത്തിൽ C.K. പത്മനാഭൻ പങ്കെടുക്കുന്ന കാര്യത്തിൽ ഇനിയും വ്യക്തതയായിട്ടില്ല. റിപ്പോർട്ടർ, കോട്ടയം.